എല്ലാവർക്കും വീടെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും അന്തിയുറങ്ങാൻ പോലും വീടില്ലാതെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല. പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതത്തിൽ 9 വർഷത്തിനിടെ ചെലവഴിച്ചത് 11% മാത്രം. ജനം ബ്രേക്കിംഗ്. പാവപ്പെട്ടവർക്ക് ഇവിടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രചാരണം. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും സ്വന്തമായി വീട് ഇല്ല. അതും 16,513 കുടുംബങ്ങൾക്ക് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീടില്ല എന്നുള്ള കണക്ക് പുറത്തു വരുന്നു. 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി മണ്ണ് പോലുമില്ല. ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതത്തിൽ 9 വർഷത്തിനിടെ ചെലവഴിച്ചത് വെറും 11% തുക മാത്രമാണ്. ഇത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന അല്ലെങ്കിൽ അടുത്ത കാലത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള തരത്തിൽ വലിയ പ്രചാരണം LDF തന്നെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായ കണക്ക് പുറത്തു വരുന്നത്. അതായത് പട്ടിക വിഭാഗത്തിൽ നിന്ന് മാത്രം 16,513 പേർക്ക് 13 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടില്ല എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ. ഈ രീതിയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവശ്യ വിഭാഗങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാന കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. അവരുടെ വീടില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കും, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിച്ചു നൽകും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ അതെല്ലാം വെറും പറച്ചിലുകൾ മാത്രമായി പോയി എന്നുള്ളതിന് സംസാരിക്കുന്ന തെളിവുകളായി മാറുകയാണ് ഇപ്പോൾ ഈ നിയമസഭാ രേഖകൾ ജനം TV പുറത്തുവിടുന്നത്. സംസ്ഥാനത്ത് ഇപ്പോഴും വീടില്ലാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് അത് വലിയ തോതിൽ തന്നെയുണ്ട്. അതിൽ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണക്കുകൾ എന്ന് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്തുള്ള പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ഏതാണ്ട് 16,513 ആളുകൾക്കാണ് സ്വന്തമായിട്ട് വീടുകളില്ലാത്ത ആളുകളായിട്ടുള്ളത്. ഇതിൽ 6,573 പേരും 5,736 പേരും സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്തവരുമാണെന്നും നിയമസഭാ രേഖകളിൽ കണക്കുകളിൽ വ്യക്തമാകുന്നു. ഈ 16,513 എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടികജാതി വിഭാഗങ്ങളുടെയൊക്കെ കണക്കുകൾ കൂടി ചേരുമ്പോഴേക്കും അത് ഇതിലും വലിയൊരു സംഖ്യയിലേക്ക് പോകുമെന്നുള്ളതാണ്, ലക്ഷങ്ങളിലേക്കൊക്കെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അവഗണന അനുഭവിക്കുന്നവർക്ക്, അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് കൃത്യമായ ഇടപെടലുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അവർക്ക് ആവശ്യമായ വീട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകുന്നതിന്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങി നൽകുന്നതിനൊന്നും സർക്കാരിന് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന കണക്കുകൾ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മറ്റൊരു കണക്ക് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട്. 2016-17 കാലയളവ് മുതൽ ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷം വരെയുള്ള വിവിധ പദ്ധതി ചെലവുകളുടെ ഭാഗമായി പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി വാങ്ങിക്കുന്നതിനായി ബജറ്റിൽ വിലയിരുത്തിയ വിഹിതത്തിൻ്റെ ചെലവഴിപ്പ് 433 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയ സമയത്ത്, അതായത് ഈ 9ഓളം ബജറ്റുകളുണ്ട്, ഈ 9ഓളം ബജറ്റുകളുമായി ചേർന്നിട്ടാണ് ഈ 433 കോടി രൂപ വകയിരുത്തിയത്. ഈ വകയിരുത്തിയതിൽ ആകെ ചെലവഴിച്ചത് 5,76 ലക്ഷം രൂപ മാത്രം. അതായത് 11% തുക മാത്രം, 5 കോടിയല്ല വിനോദ്, 50,74 ലക്ഷം രൂപയാണ് ഈ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ചെലവഴിച്ചത്. അതായത് ആകെ അനുവദിച്ച 433 കോടിയുടെ 11% മാത്രമാണ് ഇതുവരെയും ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ വലിയ അനാസ്ഥയാണ്. അതായത് തുക വകയിരുത്തിയിരിക്കുന്നു, പക്ഷേ ആ തുക ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിനാവുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു, പക്ഷേ അതിലും കാര്യക്ഷമമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബജറ്റ് വിഹിതത്തിൻ്റെ അതിൻ്റെ ഒരു കണക്കുകൾ കൃത്യമായി കൂടുതൽ ആഴത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2016-17 കാലയളവിൽ അനുവദിച്ചത് 45 കോടി രൂപയാണ്. പക്ഷേ ഈ 45 കോടി രൂപയിൽ ചിലവഴിച്ച തുക എന്ന് പറയുന്ന കണക്ക് സർക്കാർ കൃത്യമായി നൽകുന്നില്ല. കാരണം ഒന്നുകിൽ ആ തുകയുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ 45 കോടി രൂപ അനുവദിച്ചതിൽ ഒരു പൈസ പോലും ആ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2017-18 ഇതേ അവസ്ഥയാണ്. 47.31 കോടി രൂപ അനുവദിച്ചിട്ടും അതിൻ്റെ കണക്കുകളും സർക്കാരിൻ്റെ കയ്യിലില്ല. സർക്കാരിൻ്റെ കയ്യിൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷം 2018-19 കാലത്ത് 55 കോടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് 5,42 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. 2019-20 50 കോടി അനുവദിച്ചതിൽ 13 കോടി മാത്രം ചെലവഴിച്ചിരിക്കുന്നു.
ഇങ്ങോട്ട് വരുമ്പോൾ 2023-24 കാലത്ത് 45 കോടി അനുവദിച്ചതിൽ 13 കോടി മാത്രം ചെലവഴിച്ചിരിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 42 കോടി രൂപ അനുവദിച്ചതിൽ 1,23,00,000 രൂപ മാത്രം സർക്കാർ ചെലവഴിച്ചിരിക്കുന്നു. അങ്ങനെ ബജറ്റ് വിഹിതത്തിൽ പോലും കോടികൾ വകയിരുത്തിയ ശേഷം അതുപോലും കൃത്യമായി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ പണം കൃത്യമായി ബജറ്റിൽ വകയിരുത്തിയ വിഹിതത്തിൻ്റെ ഒരു 80% ഒക്കെയെങ്കിലും തുക സർക്കാർ ചെലവഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന 16,000 വരുന്ന കുടുംബങ്ങളുടെ പട്ടികവർഗ കുടുംബങ്ങളുടെ ഭൂമി പ്രശ്നത്തിനും വീട് പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ വീട് സൗകര്യം ഒരുക്കി നൽകുന്ന ഒരു രീതിയിലേക്ക് പോകാനും കഴിഞ്ഞാൽ. പക്ഷേ അവിടെ വലിയ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. ബാക്കി പ്രഖ്യാപനങ്ങളെല്ലാം അത് പ്രഖ്യാപനങ്ങൾ മാത്രമായി പോയൊരു സാഹചര്യവും നിലനിൽക്കുകയാണ്. വിനോദ്. പ്രജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ലൈഫ് പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതിയാണ്. അത് സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഭൂമി വാങ്ങാനുള്ള പൈസ അടക്കം ലൈഫിൽ പ്രത്യേക പദ്ധതികളുണ്ട്. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്ന പദ്ധതി അത് പാളിച്ചയാണോ? അതുകൊണ്ടാണോ പ്രത്യേകിച്ചും പട്ടിക വിഭാഗങ്ങൾക്ക് ക്ഷേമകാര്യങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പതിവ് രീതിയുമുണ്ട്. അപ്പോൾ ഈ എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതിയിൽ ഇത്രയും എണ്ണം ഉയർന്നു നിൽക്കുന്നു. അതായത് 16,513 പേർക്ക് വീടില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ലൈഫ് എന്ന പദ്ധതി അത് പൂർണ്ണമായും ഇവിടെ നടപ്പാവുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നില്ല. അങ്ങനെ കൂടി ഇതിനെ കൂട്ടി വായിക്കാൻ കഴിയുമോ പ്രജിത്ത്? വിനോദ്, പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 802 കോടി രൂപ വകയിരുത്തിയതിൽ 537 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതും കൃത്യമായ ഒരു വിശദീകരണമുള്ള കണക്കുകളല്ല, സർക്കാരിൻ്റെ ഒരു പറച്ചിൽ മാത്രമാണ്. അതും കൃത്യമായി ഈ പറയുന്ന രീതിയിൽ. അതെ പ്രജിത്ത്, നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പരാതിയാണ് വരുന്നത്. അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ? കുറ്റവാളികളെ കുറ്റവാളിയെന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്ന ഒരാളെ, അതാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം, തെറ്റായ കാര്യം ചെയ്തു എന്ന്. ആ തെറ്റിനെ കുറിച്ച് മൂടി വെക്കാൻ തയ്യാറായോ? സംരക്ഷിക്കാൻ തയ്യാറായോ? നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? ആ നടപടിയുടെ ഭാഗമായി ഇനി എങ്ങനെയൊക്കെ വരുമെന്നത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ശേഷമല്ലേ പറയാൻ പറ്റൂ. ഫലപ്രദമായ അന്വേഷണ സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെന്താമരയെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. അതിന് അങ്ങേയറ്റം ശിക്ഷ ഉറപ്പാക്കാവുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഇവിടെ പത്തനംതിട്ടയിലെ പ്രശ്നം അതും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരു സംശയം അതിലില്ല. ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് തല്ലുകൊള്ളാനിടയായി. അതിലൊരു യുവതിക്ക് തല്ലുകൊണ്ടു, അവർ പരാതിപ്പെട്ടു. അതിൻ്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ പോലീസ് SI അടക്കം ആളുകളെ സസ്പെൻഡ് ചെയ്ത നിലയും സ്വീകരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തുറന്നു വരികയാണ്. സർ, തെറ്റായൊരു കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതല്ലേ പ്രശ്നം. ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ തയ്യാറായോ? ആ സംഭവത്തെ ഗൗരവമായി കണ്ട് അത് തെറ്റാണെന്ന് കണ്ട് ആ തെറ്റിൻ്റെ മേലെ നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? അതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും. ഇവിടെ ഇതിൻ്റെ മേലെ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ പോലീസിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട്. സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം. ആ തെറ്റിനെതിരെ കർക്കശ നടപടിയെടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം. ഇവിടെ
ഒരു പോലീസുകാരൻ ഒരു 82 വയസ്സുകാരിയെ വീട്ടിൽ പൂട്ടിയിട്ട സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. അത് അങ്ങേയറ്റം ഹീനമായൊരു സംഭവമാണ് എന്ന് പൊതുസമൂഹം തന്നെ കണക്കാക്കിയതാണല്ലോ. അതൊക്കെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ടല്ലല്ലോ വരുന്നത്. നാട്ടിലുള്ള ക്രിമിനൽ വാസനയുള്ള ചില ആൾക്കാരുണ്ട്, അതിൻ്റെ ഭാഗമായി നടന്നൊരു കാര്യമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ പറ്റൂ. ഇവിടെ ഒരു DYSP മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിനെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മദ്യലഹരി ഇതിൻ്റെ ഭാഗമായി വല്ലാതെ വർദ്ധിക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യത്തിലൊക്കെ ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു പോകുന്നതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം? പോലീസ് ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗൂണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന, ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല. സർ, അധോലോകത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരം ഒരു ഭീതി പടർത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം. ആ നില നമ്മൾ മറന്നുപോകരുത്. ഇവിടെ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സർ, എത്ര മികവാർന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണ്. പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായതെന്ന് അറിയില്ല. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ നമ്മുടെ ഒരു ക്രിമിനൽ സംഭവം നടന്നാൽ ഒരാളെ വെട്ടി കൊന്നു, അത് വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ്. അതിൻ്റെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകില്ലേ? എന്തിനാണ് പോലീസിനെ ഈ തരത്തിൽ വല്ലാതെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. പോലീസിൻ്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത്, ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളടക്കം നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്ന കാര്യം നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള വസ്തുതയല്ലേ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം വർഗീയ ലഹളയില്ലാത്തൊരു സംസ്ഥാനമായി നിലനിൽക്കുന്നു. അതിനിടയാക്കുന്നതിൽ പോലീസിൻ്റെ പങ്കുമില്ലേ? നമുക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ പല കാര്യങ്ങളിലും ജനസൗഹൃദമായ ഇടപെടലുകൾ നടത്തുന്ന പോലീസിനെയല്ലേ സംസ്ഥാനത്ത് പൊതുവെ കാണാൻ കഴിയുന്നത്. കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന പോലീസിനെയാണല്ലോ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം തെറ്റായ രീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അംഗീകരിക്കാത്ത സമീപനം സർക്കാർ സ്വീകരിക്കുന്നു. എല്ലാ നിയമപരമായ നടപടികൾക്കും പിന്തുണയും നൽകുന്നു. ഇതാണല്ലോ കേരളത്തിൽ പോലീസിന് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന നിലയുണ്ടാക്കുന്നത്. സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകാനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് പോലീസിനെ കൂടുതൽ പ്രാപ്തമാക്കുന്ന നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇവിടെ നല്ല രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി വിവിധ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നതും നാം കാണേണ്ടതില്ലേ? അതിൽ പോലീസിൻ്റെ ഒരു റോള് കൂടി നാം പ്രത്യേകം കാണേണ്ടേ? ഇപ്പോൾ 2015 ഹരിപ്പാട്ടെ ജലജാ സുരൻ വധിക്കപ്പെട്ട കേസുണ്ടായത്. വർഷങ്ങളോളം തെളിയിക്കാതെ കിടന്നായിരുന്നല്ലോ. കേസ്
CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവായിരുന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ വിശദമായ അന്വേഷണത്തിലല്ലേ അത് തെളിയിക്കപ്പെട്ടത്.